ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവാനിക്കിട്ട് നല്ലൊരു ചതി ചെയ്യാൻ തന്നെയാണ് ശിവാനിയുടെ കാമുകൻ അമൽ തീരുമാനിച്ചിരിക്കുന്നത്. അമലിന് ശിവാനി നന്നായിട്ട് തന്നെ പറ്റിച്ചതിൻ്റെ പേരിൽ അവളെയും തിരിച്ച് അതേ നാണയത്തിൽ പറ്റിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം അമലും അമലിൻ്റെ ഫ്രണ്ടും കൂടി തീരുമാനിക്കുകയാണ്. എന്നിട്ട് ശിവാനിയെ കാണണം എന്നങ്ങ് പറഞ്ഞ് വിളിച്ചു വരുത്താണ് കേട്ടോ. അങ്ങനെ ശിവാനി അങ്ങ് വരികയാണ്. അപ്പോൾ ശിവാനിയാണെങ്കിലോ അമലിനെ കാണുമ്പോൾ വല്ല മൈൻഡൊന്നും ഇല്ലാതെ തന്നെയാണ് പെരുമാറുന്നത്. അങ്ങനെ അമൽ കൈ കൊടുക്കുകയാണ്. അപ്പോഴൊന്നും ശിവാനി കൈ തിരിച്ചു കൊടുക്കില്ല കേട്ടോ. എന്നിട്ട് പറയണ, നമ്മൾ നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ പിരിയണം. ഇനി എൻ്റെ മനസ്സിലെ ആഗ്രഹം, നീ നല്ല ഉയരങ്ങളിൽ എത്തണം, എന്നിട്ട് നല്ല സ്റ്റാർ ആയിട്ട് തന്നെ നീ ജീവിക്കണം. അതിനു വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ഞാൻ നിനക്ക് ചെയ്തു തരാം. അതിന് എൻ്റെ സഹായം എപ്പോഴും നിനക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ അങ്ങ് പറയാണ് ശിവാനിയോട്. എന്നിട്ട് ശിവാനിക്ക് ഒരു ഡയമണ്ടിൻ്റെ പോലത്തെ ഒരു മോതിരം അങ്ങ് കൊടുക്കാൻ കേട്ടോ. സത്യത്തിൽ അത് ഡയമണ്ട് ആവില്ല, ഡയമണ്ട് പോലെ തോന്നിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് തന്നെയായിരിക്കും. അപ്പോൾ അത് കാണുന്ന സമയത്ത് ശിവാനിയുടെ മനസ്സൊന്നങ്ങ് ഒലയാണ് കേട്ടോ. അപ്പോൾ ഇത് നിനക്ക് ഞാൻ വാങ്ങിയ സമ്മാനമാണ്, നമുക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ടുകളായിട്ട് തന്നെ പിരിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് ഇതുപോലത്തെ ഡയമണ്ടിൻ്റെ റിങ് എത്ര വേണമെങ്കിലും എൻ്റെ ഗൗതമിനോട് പറഞ്ഞാൽ എനിക്ക് വാങ്ങിച്ചു തരുമല്ലോ എന്നങ്ങ് പറയട്ടോ. അതെ, ഗൗതം വാങ്ങിച്ചു തരും, പക്ഷേ നിനക്ക് ഇതുകൂടി ഒന്ന് വാങ്ങിച്ചുകൂടെ, ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് പിരിയാനല്ലേ എന്നൊക്കെ ഇങ്ങനെ അമൽ പറയാണ്. അത് കാണുമ്പോൾ ശിവാനിക്ക് ഒന്ന് മനസ്സങ്ങ് ചാടുകയാണ് കേട്ടോ. ആ ഒരു ഡയമണ്ടിൻ്റെ റിങ് തന്നെയാണെന്ന് കരുതിയിട്ട് ശിവാനി ആ ഒരു റിങ് അങ്ങ് വാങ്ങുകയാണ്. അങ്ങനെ അമൽ വിചാരിച്ച കാര്യം നടക്കുമെന്നുള്ളത് മനസ്സിലാവുകയാണ്. അമൽ നന്നായിട്ട് തന്നെ ശിവാനിയെ പറ്റിക്കണമെന്ന് തന്നെയാണ് മനസ്സിൽ കരുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് തന്നെ അമലിൻ്റെ ഫ്രണ്ട് അപ്പുറത്തെ സൈഡിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടാവും. മോതിരം വാങ്ങിയ ശേഷം ശിവാനിയും അമലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത ശേഷം അവിടെ നിന്ന് അങ്ങ് പിരിയാണ് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ടുകൾ തന്നെയാണ്, നിനക്കുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞ് നുണകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ശിവാനിയും അമലും പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് നിധിയുടെ അടുത്തേക്ക് ശിവാനിയുടെ അമ്മ വന്നിട്ട് പറയാണ്, നീ തന്നെ നാളെ കന്യകയായിട്ട് ഗൗതമിൻ്റെ വീട്ടിലേക്ക് പൂജ ചെയ്യാൻ വരണം, അല്ലാതെ എൻ്റെ മോളെ അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അവൾ കല്യാണം ഉറപ്പിച്ചു വെച്ച പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ശിവാനിയുടെ അമ്മയുടെ ഭീഷണിക്ക് മുന്നിൽ നിധി പിന്നെ മനസ്സോടെ അങ്ങ് സമ്മതിക്കാൻ കേട്ടോ. ഗൗതമിൻ്റെ അമ്മ ശിവാനിയുടെ അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, നാളെ നിധിയും അമ്മയും കൂടി ഉണ്ടാവണമെന്ന് നിർബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ശിവാനിയുടെ അമ്മയ്ക്ക് ഇങ്ങനെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരെയും കൊണ്ടുവരണം എന്നുള്ളത് ഗൗതമിൻ്റെ കൂടി ആവശ്യമായിരിക്കും. അപ്പോൾ ഗൗതമിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ നീ ആരെയാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, ശിവാനിയെ ആണോ അതോ നിധിയെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗതമിൻ്റെ അമ്മ പറയാണ്, നിധി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഏട്ടാ എന്നങ്ങ് പറയാണ്. അങ്ങനെ ഗൗതമിനാണെങ്കിലും നിധി വരുന്നു എന്ന് കേട്ടപ്പോൾ നല്ല സന്തോഷമാവാണ്. അങ്ങനെ നിധിയും വീട്ടുകാരും ഒക്കെ പൂജ ചെയ്യാൻ വേണ്ടി അവിടേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം വസുന്ധര അമ്മയെ അറിയിക്കാൻ കേട്ടോ. അപ്പോൾ വസുന്ധരയാണെങ്കിലും ധൃതി പിടിച്ച് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ഗൗതമിൻ്റെ അമ്മയും അച്ഛനും ചെന്നിട്ട് പറയാണ്, ഇന്ന് ഇവിടേക്ക് ശിവാനിയുടെ വീട്ടിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്, ഗൗതമിൻ്റെ ജാതകത്തിലെ ദോഷമൊക്കെ മാറ്റാൻ വേണ്ടി അവരുടെ വീട്ടിൽ നിന്നും പൂജ ചെയ്യണമെന്ന് ജ്യോത്സ്യൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് പ്രകാരമാണ് അവർ വരുന്നത് എന്നൊക്കെ പറയട്ടോ. എന്നിട്ട് അവിടുന്ന് അവർ ഗൗതമിനുള്ള പട്ടും പുടവയുമായിട്ട് തന്നെയാണ് വരേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന വസുന്ധരമ്മ അങ്ങ് പരിഹസിക്കാൻ കേട്ടോ. എന്ത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്, വിശ്വാസമൊക്കെ ആവാം, ദൈവത്തിനെ വിശ്വസിക്കാം, പക്ഷെ അന്ധവിശ്വാസം പാടില്ല എന്നങ്ങ് പറയട്ടോ. അപ്പോഴത്തേക്കും ഗൗതമും കൂടി വരികയാണ്. എന്തായാലും അമ്മേ, ഇപ്പോൾ ഈ ചടങ്ങ് നടക്കണമെന്ന് ജ്യോത്സ്യർ പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ അവർ വന്നോട്ടെ എന്നങ്ങ് പറയാണ്. അപ്പോഴാവും വസുന്ധരാമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവർ പട്ടും പുടവയും കൊണ്ടുവരണമെന്ന് പറഞ്ഞല്ലോ, അവർക്കുണ്ടോ അത് സാമ്പത്തിക ശേഷി ഉള്ളവരൊന്നും അല്ലല്ലോ, അവർക്കുണ്ടോ 6000-ൻ്റെയൊക്കെ പട്ടും പുടവയൊക്കെ വാങ്ങാനുള്ള ആ ഒരു ശേഷി പോലുമില്ല, വല്ല 200-ൻ്റെയോ 300-ൻ്റെയോ പട്ടും പുടവയുമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരും, അവരും നമ്മളും തമ്മിൽ പൗർണമിയും അമാവാസിയും പോലെയാണ്, പൗർണമിയും അമാവാസിയും ഒന്നിച്ചു ചേരുമോ, അതൊന്ന് പറയ് എന്നങ്ങ് പറയുമ്പോൾ ഗൗതം പറയാണ്, അമ്മ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എൻ്റെ ആയുസിൻ്റെ കാര്യം കിടക്കുന്നത് തന്നെ അവരുടെ ശിവാനിയുടെ ജാതകവുമായിട്ടാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളാണ് അവരെ തേടി അങ്ങോട്ട് പോയത്, അവരല്ലല്ലോ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് അമ്മ എൻ്റെ ആയുസിന് വേണ്ടിയിട്ടല്ലേ നോക്കുന്നത്, അമ്മയ്ക്ക് അതല്ലേ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുമ്പോൾ അത് നീ പറഞ്ഞത് ശരി തന്നെയാണ് ഗൗതം, നീ
നന്നായിട്ട് ഇരിക്കണം, നീ നല്ല ഉയർച്ചയിലെത്തണം, നിനക്ക് ദീർഘായുസ്സും വേണം. അത് തന്നെയാണ് ഈ അമ്മയുടെ ആഗ്രഹവും. പക്ഷേ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിക്കണം. നമുക്ക് യോജിച്ച ബന്ധമാണ് നമ്മൾ തേടി വരേണ്ടത്, അല്ലാതെ ഒന്നുമില്ലാത്തവരുടെ വീട്ടിലേക്കല്ല കയറി പോവേണ്ടത്. അവർക്ക് ഒന്നുമില്ലാത്തവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇവിടേക്ക് വന്നു കയറിയാൽ ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് ആർത്തി മൂക്കും. ഇതെല്ലാം സ്വന്തമാക്കണം എന്നുള്ള ചിന്ത വരും. ഇത്രയും വലിയ വീട്, സ്വത്തുക്കൾ എല്ലാം കണ്ട് അവരുടെ കണ്ണു മഞ്ഞളിക്കും. എന്നിട്ട് പിന്നെ അവർ നോക്കുന്നുണ്ടാവുക ഈ വീടും സ്വത്തുക്കളൊക്കെ ആരുടെ പേരിലാണെന്നാവും. പിന്നെ അടുത്തത് അവർ നോക്കുക. എന്നിട്ട് അത് ഗൗതമിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേരിലാണ് എന്ന് കണ്ടാൽ അവർക്ക് എത്രയും പെട്ടെന്ന് അമ്മയും അച്ഛനും ഇല്ലാതാവണം എന്നുള്ള ചിന്തയായിരിക്കും. എന്നിട്ട് അവരുടെ പേരിലേക്ക്, അവരുടെ മകളുടെ പേരിലേക്ക് എല്ലാ സ്വത്തുക്കളും എത്തണം എന്നുള്ള ചിന്താഗതിയാവും പിന്നെ ഉണ്ടാവുക. അതാണ് ഇത്രയും ചെറിയ ഫാമിലിയിൽ നിന്നും പെണ്ണ് കൊണ്ടുവന്നാൽ ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് വസുന്ധരാമ്മ അങ്ങ് എല്ലാവരുടെയും മുന്നിൽ കേട്ടോ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെറുതെ കല്യാണത്തിൻ്റെ മുന്നേ അവരെ ഒന്ന് ഇവിടേക്ക് വിളിച്ചു വരുത്തണ്ട. ഇതൊക്കെ കണ്ട് അവർക്ക് ആർത്തി മൂക്കും. പിന്നീട് ഞാൻ പറയുന്നത് പോലെ തന്നെയാണ് വരുന്ന കാലങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ വരാൻ പോകുന്നത് ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല. ഞാൻ പറയുന്നത് പോലെ തന്നെയാണ് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്നൊക്കെ വസുന്ധര പറയും. ഗൗതം പറയാണ്, അമ്മ പറയുന്നതെല്ലാം തന്നെ ശരിയാണ്. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നതുമില്ല. ഞാൻ ഇതുവരെയും എൻ്റെ ജോലിയുടെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇതെല്ലാം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് തീരുമാനമെടുത്തതാണ്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിയില്ലേ, ഇനിയിപ്പോൾ ഈ ഒരു ചടങ്ങ് ഇങ്ങനെയൊക്കെ നടന്നോട്ടെ അമ്മ. എൻ്റെ ജാതകവുമായി യോജിക്കുന്ന ജാതകം, ഈ ഒരു ജാതകം ശിവാനിയുടെ ജാതകമായി പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാ കാര്യവും ഇങ്ങനെ മംഗളമായി നടന്നോട്ടെ അമ്മ ഇനിയിപ്പോൾ എല്ലാ കാര്യവും എനിക്ക് വേണ്ടിയിട്ടെങ്കിലും എല്ലാത്തിനും ഒന്ന് സഹകരിക്കണം എന്നൊക്കെ അങ്ങനെ പറയാണ് ഗൗതം. അങ്ങനെ ഗൗതമിൻ്റെ വാക്ക് പിന്നെ എതിർക്കാതെ വസുന്ധര പറയണ, എന്തായാലും എനിക്കിന്ന് ഒരുപാട് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ് ഗൗതം, എല്ലാതും വിളിച്ച് ക്യാൻസലാക്കിയേക്ക്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എല്ലാ കാര്യവും ഇനി അങ്ങ് ക്യാൻസലാക്കാൻ നീ വിളിച്ച് പറ എന്നൊക്കെ പറഞ്ഞ ശേഷം ദേഷ്യം പിടിച്ചിട്ട് തന്നെ വസുന്ധര മനസ്സോടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്നുള്ളത് സമ്മതിക്കാണ്. പിന്നീട് ഗൗതമിൻ്റെ വീട്ടിലേക്ക് പൂജ ചെയ്യാൻ വേണ്ടി നിധി തന്നെ വരണമെന്നങ്ങ് ശിവാനിയുടെ അമ്മ വാശി പിടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിധി പറയുന്നുണ്ട് ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ ശിവാനി പറയും, എന്തിനാ അമ്മ ഇവളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, ഇവൾ തന്നെ വേണമെന്ന് എന്തെത്ര നിർബന്ധം എന്നങ്ങ് പറയുമ്പോൾ സ്വകാര്യത്തിൽ പറയും, നീ ഒന്നും മിണ്ടാതിരിക്കുക, ഇവളെ തന്നെ കൂട്ടിക്കൊണ്ടുപോകണം. ഇവൾ അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് ഇവളുടെ മനസ്സോട് അവൾ അങ്ങ് സങ്കടപ്പെടണം എന്നൊക്കെ ആ ദുഷിച്ച ബുദ്ധിയോട് കൂടിയിട്ടാണ് ശിവാനിയുടെ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം തന്നെ എടുക്കുന്നത്. അങ്ങനെ നിധി പറയാണ്, ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ നീ വന്നേ മതിയാവും, നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല, ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഞാൻ എവിടെയും പോയി ചാവും എന്നങ്ങ് പറയട്ടോ. അത് കേൾക്കുമ്പോൾ നിധിയുടെ അമ്മ അങ്ങ് പറയും, എന്തിനാ ഏട്ടത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അതിന് മാത്രം എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് എന്നൊക്കെ അങ്ങ് ചോദിക്കുകയാണ്. അങ്ങനെ ശിവാനിയുടെ അച്ഛൻ പറയണ്, നിന്നെ പോലത്തെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കേണ്ടി വന്ന എൻ്റെ അവസ്ഥ അത് വളരെ നരകതുല്യം തന്നെയാണ് എന്നൊക്കെ. നിങ്ങളിപ്പോൾ ഇതൊക്കെ അങ്ങ് പറഞ്ഞോ, ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. ഇന്നൊരു നല്ല ദിവസമായത് കൊണ്ട് തന്നെ നിങ്ങളുടെ മോള് കൂടിയാണ് ഇവളെന്ന് ചിന്തിക്കണം. കാരണം ഇവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതും ഇങ്ങനെ ഒരു കല്യാണം കൊണ്ടുവന്നതും എന്നങ്ങ് പറയുമ്പോൾ നിധിയുടെ അമ്മ പറയണ്, എന്താ ഏട്ടത്തി പറഞ്ഞത്, ഏട്ടത്തി കൊണ്ടുവന്ന കല്യാണമെന്നോ? അല്ല ഏട്ടത്തി, എൻ്റെ മോൾ നിധിക്ക് കൊണ്ടുവന്ന കല്യാണ ആലോചനയാണ്, ഏട്ടത്തി അത് തട്ടിപ്പറിച്ചു എന്ന് പറ. ഈ കല്യാണം നടത്താതിരിക്കണമെന്ന് ഒരിക്കൽ പോലും ഞാനും എൻ്റെ മകളും ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത് എന്നങ്ങ് പറയും. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടേ മതിയാവൂ, നിധി ഞങ്ങളുടെ കൂടെ പൂജ ചെയ്യാൻ ഗൗതമിൻ്റെ വീട്ടിലേക്ക് വരണം എന്നങ്ങ് വാശി പിടിക്കുകയാണ്. അങ്ങനെ നിധിയോട് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി പറയണ്ടോ. അങ്ങനെ നിധിയും അമ്മയും ശിവാനിയുടെ അമ്മയും അച്ഛനും ഒക്കെ കൂടി ഗൗതമിൻ്റെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലാണ്. ഈ സമയത്ത് ഗൗതമാണെങ്കിൽ പാറുവിനെ സോപ്പിടാൻ വേണ്ടി ചെല്ലാട്ടോ. പാറു ഇന്ന് നല്ല സുന്ദരി ആയിട്ടുണ്ട് എന്നൊക്കെ അങ്ങ് പറഞ്ഞങ്ങ് പുകഴ്ത്താണ്. എന്താടാ പതിവില്ലാതെ നീ എന്നെ ഒന്ന് പുകഴ്ത്തുന്നുണ്ടല്ലോ, എന്താ കാര്യം, എന്താന്ന് വെച്ചാൽ പറ. അല്ല അമ്മേ, അവരെ വീട്ടിൽ നിന്നും പൂജ ചെയ്യാൻ വേണ്ടി കന്യകയായിട്ടുള്ള സ്ത്രീ വരണമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അത് ആരാണെന്നുള്ളത് എങ്ങനെയൊന്ന് ചോദിച്ചാലോ എന്നങ്ങ് പറയുമ്പോൾ, എന്താടാ നിനക്ക് ഇപ്പോൾ ശിവാനിയെ കണ്ടോണ്ട് തന്നെ ഇരിക്കണമെന്നുണ്ടോ, നീ ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ ശേഷം ശിവാനിയെ നിനക്ക് എപ്പോഴും കാണണമെന്നൊക്കെ തോന്നുന്നുണ്ടോ എന്നങ്ങ് പറയുമ്പോൾ ഗൗതം പറയും, എന്താ അമ്മ ഈ പറയുന്നത്, അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരുടെ വീട്ടിൽ നിന്ന് നിധി എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ടല്ലോ, അവൾ വരുമോ
എന്നുള്ള കാര്യമാണ് ഞാൻ. അതെന്താടാ നീ നിധിയെ ചോദിക്കുന്നത്? നിധിയല്ലല്ലോ നീ കല്യാണം കഴിക്കാൻ പോകുന്നത്. അങ്ങനെയല്ല അമ്മേ, നിധി എന്നിൽ നിന്നും എന്തോ ഒന്ന് ഒളിച്ചു വെക്കുന്നുണ്ട് അമ്മ. എനിക്കത് നല്ല സംശയമുണ്ട്. അപ്പോൾ അവളെ തനിച്ച് കിട്ടിയാൽ എനിക്ക് അതൊന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്താണ് എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നിധി ഇവിടേക്ക് വരണമെന്നൊക്കെ ഞാൻ പറയുന്നത് എന്നങ്ങ് പറയട്ടോ. അപ്പോൾ പാറുവിന് അങ്ങ് മനസ്സിലാവാണ് എന്തോ ഒരു കാര്യം നിധി ഒളിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് ഗൗതം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും നിധിയും അമ്മയും അമ്മാവനും ശിവാനിയുടെ അമ്മയൊക്കെ വന്ന് കാറിൽ വന്നങ്ങ് ഇറങ്ങാണ്. അങ്ങനെ നിധി ആ ഒരു പൂജ ചെയ്യാനുള്ള പാത്രവുമായിട്ട് അങ്ങ് കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് തന്നെ വസുന്ധര അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ വസുന്ധര ആരാണ് ഇത് വന്ന് ഇറങ്ങുന്നത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നിധിയും വസുന്ധരയും നേരിൽ കാണാൻ പോകുന്ന ആ ഒരു എപ്പിസോഡാണ് വരാനിരിക്കുന്നത്.